അമേരിക്കൻ ഭീഷണികൾക്കിടയിലും തളരാതെ ഇറാൻ. നയതന്ത്ര പോരാട്ടത്തിൽ ഇസ്ലാമാബാദ് ഉറ്റുനോക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം. പാകിസ്ഥാൻ വേദിയാകുന്ന നിർണായക ചർച്ചകൾക്ക് തൊട്ടു മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ഭീഷണികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്നാൽ പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്കൻ ഉപരോധങ്ങളുടെയും സൈനിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച ഇറാന്റെ കരുത്തിനെ വിലകുറച്ചു കാണാനാവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സമുദ്രപാതകൾ തടസ്സപ്പെടുത്തുന്നു എന്ന ട്രംപിന്റെ പരിഹാസത്തിന് മറുപടിയായി തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പരമാധികാരം തങ്ങൾക്കുണ്ട് എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് ലഭിക്കുന്ന പിന്തുണയും മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവുമാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ പടക്കപ്പലുകൾ ഉപയോഗിച്ച് സൈനിക നീക്കം നടത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല എന്നും അത് ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്നും ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വാസ്തവത്തിൽ ചർച്ചകൾക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറാകാത്തത് അവരുടെ ബലഹീനത കൊണ്ടല്ല, മറിച്ച് മേഖലയിൽ സമാധാനം നിലനിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ ആയുധബലവും സാമ്പത്തിക ശക്തിയും ഉപയോഗിച്ച് ഇറാനെ തകർക്കാമെന്ന അമേരിക്കൻ വ്യാമോഹം ഒരിക്കൽ കൂടി പരാജയപ്പെടുകയാണ് ഇന്ന്. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശനം വെറുമൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ് എന്നും ഇറാൻ ഉയർത്തുന്ന തന്ത്രപരമായ വെല്ലുവിളികളെ മറികടക്കാൻ ഇത്തരം ഭീഷണികൾക്ക് കഴിയില്ല എന്നും വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ അമേരിക്കൻ ഹുങ്കിനേക്കാൾ ഇറാന്റെ നയതന്ത്ര പാടവത്തിന് മുൻതൂക്കം നൽകുന്നതായിരിക്കുമെന്നാണ് സൂചന. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശത്രുതയ്ക്ക് ഒരു അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെയാണ് ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പല നിബന്ധനകളും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ പാലിക്കാതെ ഒരു ചർച്ചയ്ക്കും ഇരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ലെബനനിലെ ആക്രമണവും ഇറാന്റെ മുന്നറിയിപ്പും. ഈ ചർച്ചകളുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ഇസ്രായേൽ ലെബനനിൽ തുടരുന്ന സൈനിക നടപടികളാണ്. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകാനാവില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ നിലവിലെ വെടിനിർത്തൽ കരാറുകളുടെയും വരാനിരിക്കുന്ന സമാധാന ശ്രമങ്ങളെയും അട്ടിമറിക്കുന്നതാണ് എന്നാണ് ഇറാന്റെ പക്ഷം. സമാധാനം വേണമോ അതോ ഇസ്രായേലിലൂടെ യുദ്ധം തുടരണമോ എന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാമെന്ന് അരാഗ്ചി തുറന്നടിച്ചു. ഇറാന്റെ പ്രധാന ഉപാധികൾ എന്തൊക്കെയാണ്? ചർച്ചകൾക്ക് മുൻപായി ഇറാൻ ചില പ്രധാന ഉപാധികൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ലെബനനിലെ വെടിനിർത്തലാണ്. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം. അത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാണ് എന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുക എന്നതാണ് മറ്റൊരു ആവശ്യം. അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ഏകദേശം $12 ബില്യൺ ആസ്തികൾ ഉടനടി വിട്ടു നൽകണം. ഇതിൽ മുൻപ് ധാരണയിലെത്തിയതാണ് എങ്കിലും അമേരിക്ക അത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിലെ അധികാരം എന്നും ഇറാന്റെ പിടിവള്ളി, വലിയൊരു പിടിവള്ളി അതുതന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാര കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമുള്ള തങ്ങളുടെ അധികാരം അംഗീകരിക്കണമെന്ന് ഇറാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ആഗോള ഊർജ വിതരണത്തിന്റെ പ്രധാന പാതയായ ഇവിടെ തങ്ങളുടെ പരമാധികാരം വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഉപരോധങ്ങൾ നീക്കുക എന്നതാണ് അടുത്തത്. ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യണം. ഇത് അപേക്ഷയുടെ രൂപത്തിലല്ല പറയുന്നത്, ഇത് ഇറാന്റെ ആവശ്യം തന്നെയാണ്, ഇറാന്റെ അധികാരം തന്നെയാണ് എന്ന ഉറപ്പോടുകൂടിയാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ ചർച്ചകളിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ കളികൾ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ മാന്യമായ രീതിയിൽ സഹകരിച്ചില്ല എങ്കിൽ ചർച്ചാ സംഘം അതിനോട് കർശനമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് JD വാൻസ് തള്ളുന്നുണ്ട്. ഇസ്ലാമാബാദിലെ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ തങ്ങളുടെ 71 അംഗ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുന്നത് ചർച്ചകൾ അനിശ്ചിതത്വത്തിലാക്കാൻ സാധ്യത ഏറെയാണ്. ലെബനൻ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്നാണ് അമേരിക്ക പറയുന്നത് എങ്കിലും അതിനെ സമാധാന കരാറിന്റെ ഭാഗമാക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം.
അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കരാറിലും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു സ്ഥിരമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ചർച്ചകൾ വിജയിക്കേണ്ടതുണ്ട്. എന്നാൽ ഇരുപക്ഷവും തങ്ങളുടെ ഉപാധികളിൽ ഉറച്ചു നിൽക്കുന്നത് ചർച്ചകളുടെ ഭാവിയെ ചോദ്യചിഹ്നത്തിലാക്കുന്നു. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. തങ്ങൾ അന്നും ഇന്നും പറയുന്നത് ഒറ്റ കാര്യമാണ്: തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ, തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിച്ചാൽ വെറുതെ നിൽക്കില്ല എന്ന ഇറാന്റെ നിലപാടിനെ ആർക്കും ഒന്നും പറയാനാകില്ല. കാരണം അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അമേരിക്കയുടെ ഈ കടന്നുകയറ്റം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള അധികാരമോഹം ഒരിക്കലും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന സത്യം അമേരിക്ക ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിന്റെ നിലപാടുകളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ നയതന്ത്ര ചർച്ചകളുടെ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ തന്നെയാണ് എന്ന് വീണ്ടും പറയേണ്ടി വരും. ഒരു വശത്ത് ഇസ്രായേലിന്റെ മിസൈലുകൾ ലെബനനിന്റെ ആകാശത്തെ ചുവപ്പിക്കുമ്പോൾ മറുവശത്ത് ലോകശക്തിയായ അമേരിക്കയെ വിരൽ ചൂണ്ടി ഇറാൻ താക്കീത് നൽകുന്നു. ഇത് വെറും ഒരു വാക്കേറ്റമല്ല, ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നയതന്ത്ര യുദ്ധത്തിന്റെ തുടക്കമാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വാക്കുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സമാധാനം വേണമെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടാൻ തയ്യാറാവുക എന്ന കർശനമായ നിലപാടിലാണ് ഇറാൻ. ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലെത്തിയ ഇറാന്റെ 71 അംഗ പ്രതിനിധി സംഘം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ലോകത്തോട് പറഞ്ഞത് ഒരു ലളിതമായ കാര്യമാണ്: അമേരിക്ക, നിങ്ങൾ ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് മേൽ ബോംബുകൾ വർഷിക്കുകയും ചെയ്യുന്നത് അനുവദിക്കില്ല. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള സമാധാന കരാറിലും ഒപ്പുവെക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, വർഷങ്ങളായി അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ $12 ബില്യൺ ആസ്തികൾ ഉടനടി വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ അടുത്ത പ്രധാന ഉപാധി. അത് ഇറാന്റെ ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ് എന്ന് ഗാലിബാഫ് ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ സാമ്പത്തിക നട്ടെല്ല് ഒടിക്കാൻ ശ്രമിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കാതെ എന്ത് സമാധാന ചർച്ച എന്നാണ് അവരുടെ നിലപാട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് മറ്റൊരു പോയിന്റ്. ഇവിടെ നിന്നുള്ള ടോൾ പിരിക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ വാദിക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിലും പേർഷ്യൻ കരുത്ത് തെളിയിക്കാൻ ഇറാൻ ഈ ആയുധം തന്നെ പുറത്തെടുത്തിരിക്കുകയാണ്. അമേരിക്കയിൽ അധികാരം തുടരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനും JD വാൻസിനും മുന്നിൽ ഇറാൻ വെച്ചിരിക്കുന്നത് വലിയൊരു കെണിയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ തടയണമെന്നും അവരെ ഒതുക്കണമെന്നുമാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെയും ആഗോള എണ്ണ വിപണനത്തെയും തകർക്കുമെന്ന് ഇറാന് കൃത്യമായി അറിയാം. ഇറാൻ എന്നത് ഇന്ന് വെറുമൊരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ പ്രതിരോധ നിരയുടെ തലവനാണ്. ഗാലിബാഫിയിലൂടെയും അരാക്ചിയിലൂടെയും ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്: ബഹുമാനം നൽകിയാൽ ബഹുമാനം തിരികെ നൽകും, ഭീഷണിപ്പെടുത്തിയാൽ അതിലും വലിയ പ്രഹരം നേരിടേണ്ടി വരും. ഇസ്ലാമാബാദിലെ ചർച്ചാ മേശയിൽ നിന്നും വരുന്നത് സമാധാനത്തിന്റെ വാർത്തയായിരിക്കുമോ അതോ മറ്റൊരു വലിയ ലോകയുദ്ധത്തിന്റെ കാഹളമായിരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒന്നുറപ്പാണ്: പേർഷ്യൻ സിംഹം തങ്ങളുടെ ഗുഹയിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ന് തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണ്.